മൊഡ്യൂൾ 2-ലെ ഒരു സെക്ഷനാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലും അല്ലെ മലയാളം ലാംഗ്വേജിലൊക്കെ ഗ്രാമേഴ്സ് ഉള്ള പോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ കറക്റ്റ്നെസ് നോക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമൽ മെത്തേഡാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറഞ്ഞാൽ. ഇംഗ്ലീഷ് ഭാഷയിലെ ഗ്രാമർ പോലെ തന്നെ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ സൈഡിലേക്ക് വരുമ്പം അവിടെ അത് ഗ്രാമേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫോർമൽ മെത്തേഡാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓരോ ലാംഗ്വേജിനും ഓരോ ടൈപ്പ് ഓഫ് ഗ്രാമേഴ്സ് ഉണ്ടാവും. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഗ്രാമർ ആയിരിക്കണം എന്നില്ല, ഹിന്ദി ലാംഗ്വേജിൻ്റെ ഗ്രാമർ. ഓക്കെ, അപ്പോൾ ആ പർട്ടിക്കുലർ റൂൾസിനെ എല്ലാം നമ്മളിവിടെ ഫോർമലി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് മെത്തേഡിനെയാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ നാച്ചുറൽ ലാംഗ്വേജിലും അതുപോലെ കമ്പൈലിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പ്രോഗ്രാമൊക്കെ എഴുതി കമ്പൈൽ ചെയ്യുന്ന സമയത്തെല്ലാം അതിൻ്റെ എല്ലാം ബിഹൈൻഡ് എന്താ ഉള്ളത്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബിഹൈൻഡും വി ഹാവ് എ ഗ്രാമർ ആൻഡ് വിച്ച് ഇസ് ടാക്കിൾഡ് യൂസിങ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഇനി അതിൻ്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമലി കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് G is equal to V, T, P and S. V എന്ന് പറയുന്ന സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ്, T സെറ്റ് ഓഫ് ടെർമിനൽസ്, P പ്രൊഡക്ഷൻ റൂൾ ആൻഡ് S സ്റ്റാർട്ട് സിമ്പിൾ. അപ്പോൾ അതെന്നാന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം അതിനുവേണ്ടി ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബേസിക് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സെൻറ്റൻസിന് നമുക്ക് പറയാം അവിടെ ഒരു നൗൺ ഫ്രേസ് കാണും, ഒരു വേർബ് ഫ്രേസ് കാണും. അതാണ് ഈ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. S produces ആരോനെ പ്രൊഡ്യൂസസ് എന്ന് വായിക്കുക. എസ് പ്രൊഡ്യൂസസ് NP VP എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നായിരിക്കുന്നത്, നൗൺ ഫ്രേസും വേർബ് ഫ്രേസും. അതിൽ എസ് സെൻറ്റൻസ്, NP നൗൺ ഫ്രേസ്, VP എന്ന് പറയുന്ന വേർബ് ഫ്രേസ്. ഓക്കെ, അപ്പം ഇനി ഒരു നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ വരാം. നൗൺ ഫ്രേസിൽ വേണമെങ്കിൽ ഓരോ ലാംഗ്വേജിന് ഓരോ റൂൾസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ നൗൺ ഫ്രേസ് ആൻഡ് എ വേർബ് ഫ്രേസ്. അത് എവിടെ എഴുതിയിരിക്കുന്നത്, എസ് ഒരു ആരോ ഉണ്ടോ അതിനെ പ്രൊഡ്യൂസേഴ്സ് എന്നാ വിളിക്കുക. എസ് പ്രൊഡ്യൂസേഴ്സ് NP VP എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ്. ഇനി നൗൺ ഫ്രേസിൽ എന്തൊക്കെ വരാം, നൗൺ ഫ്രേസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് അല്ലെങ്കിൽ നൗൺ ഫ്രേസ് പ്രൊഡ്യൂസേഴ്സ് ഡിറ്റർമിനന്റ് ദ ആൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ഡിറ്റർമിനന്റ്, അതാണ് DT സ്പേസ് N എന്ന് പറഞ്ഞാൽ നൗൺ. ഓക്കെ, VP പ്രൊഡ്യൂസേഴ്സ്, VP എന്ന് പറഞ്ഞാൽ വേർബ് ഫ്രേസിൽ എന്തൊക്കെ വരാം, വേർബ് വരാം, നൗൺ ഫ്രേസ് വരാം, അതാണ് വിയും NPയും. ഇനി ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ വരാം, ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ലാംഗ്വേജ് ഡിറ്റർമിനൻസ് ഇത്രയേ ഉള്ളൂ, A and the. ഓക്കെ, കൂടുതൽ ഡിറ്റർമിനൻസ് ഉണ്ടെങ്കിൽ A, ഇത് കണ്ടോ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടോ, അതിൻ്റെ മീനിങ് ഓർ എന്നാണ്. ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ A ആവാം, ഓർ ആൻ ആവാം, അല്ലെങ്കിൽ ദ ആവാം. നമ്മൾ എടുക്കുന്ന ലാംഗ്വേജിൽ ഇത്രയേ ഉള്ളൂ, അല്ലെ നമ്മളുടെ ഗ്രാമറിൽ ഇത്രയേ ഉള്ളൂ. N എന്ന് പറയുന്ന നൗൺ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ഇത്തരം നൗൺസേ ഉള്ളൂ, ബോയ്, ഗേൾ, ബുക്ക്, ആപ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അതിൽ കൂടുതൽ നൗൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഫാദർ, മദർ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെ പേര്, അങ്ങനെയെല്ലാം നമുക്ക് നൗൺ ആയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി വേർബ് എന്ന് പറയുന്ന V എന്ന് പറയുന്ന വേർബ് എന്ന് പറയുന്നത് ഈറ്റ്സ്, റീഡ്സ്, പ്ലേസ്. അപ്പം നമ്മൾ എടുക്കുന്ന ലാംഗ്വേജിൽ ഇതാ ഇങ്ങനെയാണ്. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിന് എക്സാമ്പിൾ ഇവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സെൻറ്റൻസിൽ നൗൺ ഫ്രേസ് വേണം, വേർബ് ഫ്രേസ് വേണം. നൗൺ ഫ്രേസിൽ ഡിറ്റർമിനൻ്റ് വരാം, അതുപോലെ നൗൺ വരാം. വേർബ് ഫ്രേസിൽ വേർബ് വരാം, നൗൺ ഫ്രേസ് വരാം. ഇനി ഡിറ്റർമിനൻ്റ് ഇതൊക്കെയാണ്, നൗൺ ഇതൊക്കെയാണ്, V ഇതൊക്കെയാണ്. ഇനി നമ്മൾ പറഞ്ഞു ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ ഫോർമലി നമുക്ക് ഒരു 4 കാര്യങ്ങൾ വെച്ച് ഡിഫൈൻ ചെയ്യാം. ഒന്ന്, V is equal to ഗ്രാമർ G is equal to VTPS. അപ്പോൾ V എന്ന് പറയുന്ന സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ റൂൾസിൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയേ, കുറേ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഈ സാധനങ്ങൾ കാണാം അല്ലേ. ഈ ആരോൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന എല്ലാ സാധനങ്ങളും എന്തായിരിക്കും, നോൺ ടെർമിനൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ V stands for set of non-terminals. Non-terminals എന്ന് പറയുന്നത് they are those things which can be given further substitution. For example, S-ന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, അതിൻ്റെ RHS NP VP വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NPക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡിറ്റർമിനൻ്റ് N വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VPക്ക് എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, VNP വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിറ്റർമിനൻ്റ് A and the വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N-ന് പകരം എന്ത് കൊടുക്കാം, ബോയ്, ഗേൾ, ബുക്ക് ഓർ ആപ്പിൾ എന്ന് കൊടുക്കാം. Vക്ക് പകരം ഈറ്റ്സ്, റീഡ്സ്, പ്ലേസ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻസ് പോസിബിൾ ആയിട്ടുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, നോൺ ടെർമിനൽസ് എന്ന് വിളിക്കുന്നത്. പൊതുവേ ഈ ആരോടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന എല്ലാ സാധനങ്ങളും നോൺ ടെർമിനൽസ് ആയിരിക്കും.
ഇനി ടെർമിനൽസ് എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഹിയർ എക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് ഇസ് വെരി ബേസിക്. അതിന് വീണ്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കാനില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനില്ല. വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ബോയ് അതിന് വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഗേളിനില്ല, ബുക്കിനില്ല, ആപ്പിളിനില്ല, ഈറ്റ്സിനില്ല, റീഡ്സിനില്ല, പ്ലേസിനില്ല. റൈറ്റ്? പൊതുവെ ഈ സ്മോൾ ലെറ്റേഴ്സിൽ തരുന്ന സാധനങ്ങൾ, നമ്പേഴ്സ്, പിന്നെ നമ്മുടെ പങ്ക്ച്വേഷൻ സിമ്പിൾസ്, എക്സ്ക്ലമേഷൻ മാർക്സ്, അങ്ങനത്തെ ഓപ്പറേറ്റേഴ്സ്, ഇതെല്ലാം എന്തായിരിക്കും? ടെർമിനൽ സിമ്പിൾസ് ആയിരിക്കും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഫർദർ കൊടുക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ടെർമിനൽസ്. ഓക്കെ. ഇനി പ്രൊഡക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഈ ഒരു റൂൾ, ഇപ്പോൾ ഈ ഒരു സെന്റൻസ് ഡിറൈവ് ചെയ്യാനുള്ള ഒരു റൂളാണ് എസ് പ്രൊഡ്യൂസ് എൻ പി വി പി. അതുപോലെ എൻ പി പ്രൊഡ്യൂസസ് ഡിറ്റർമിനന്റ് എൻ, അല്ലെങ്കിൽ വി പ്രൊഡ്യൂസസ് ഈറ്റ്സ് ഓർ റീഡ്സ് ഓർ പ്ലേസ്. ഓക്കെ. അപ്പം ഗ്രാമറിന്റെ ഈ റൂൾസിനെയാണ് പ്രൊഡക്ഷൻ റൂൾസ് എന്ന് നമ്മൾ പറയുക. ഇനി എസ് എന്ന് പറയുന്ന സ്റ്റാർട്ട് സിമ്പിൾ ആണ്. ഗ്രാമറിന്റെ ഫോർമൽ ഡെഫിനിഷനിൽ വി ഉണ്ട്, ടി ഉണ്ട്, പി ഉണ്ട്, എസ് ഉണ്ട്. വി സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ്, ടി സെറ്റ് ഓഫ് ടെർമിനൽസ്, പി ഇസ് ദ പ്രൊഡക്ഷൻ റൂൾ. ഈ തന്നിരിക്കുന്നതെല്ലാം. എസ് എന്ന് പറയുന്ന സ്റ്റാർട്ട് സിമ്പിൾ. സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഗ്രാമറിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ റൂൾ നോക്കുക. ഓക്കെ. അതിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നേക്കുന്ന എന്ത് വേരിയബിൾ ആണോ അതാണ് ഗ്രാമറിന്റെ സ്റ്റാർട്ട് സിമ്പിൾ. ആദ്യത്തെ പ്രൊഡക്ഷൻ റൂളിന്റെ ലെഫ്റ്റിൽ കിടക്കുന്ന ഈ നോൺ ടെർമിനൽ എന്താണോ അതാണ് ഗ്രാമറിന്റെ സ്റ്റാർട്ട് സിമ്പിൾ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് പ്രൊഡക്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന എന്താ? ക്യാപിറ്റൽ ലെറ്റർ എസ്. ഈ ഗ്രാമറിന്റെ സ്റ്റാർട്ട് സിമ്പിൾ എന്താണ്? എസ്. സപ്പോസ് ആ ഫസ്റ്റ് പ്രൊഡക്ഷൻ റൂളിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് 6 എന്നാ തന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ഗ്രാമറിന്റെ സ്റ്റാർട്ട് സിമ്പിൾ എന്തായിരിക്കും? ആർ. ഓക്കെ. അപ്പം നമുക്ക് ഫോർമലി ഒരു ഗ്രാമറിനെ 4 കാര്യങ്ങൾ വെച്ച് ഡിഫൈൻ ചെയ്യാം. നോൺ ടെർമിനൽസ്, ടെർമിനൽസ്, പ്രൊഡക്ഷൻ റൂൾ ആൻഡ് സ്റ്റാർട്ട് സിമ്പിൾ. ഓക്കെ. അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രാമർ ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ NLPയിൽ നമുക്ക് പൊതുവേ സെൻറ്റൻസ് ടെക്സ്റ്റ് ഒക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് കറക്റ്റാണോ, ഇംഗ്ലീഷ് ഭാഷയുടെ എന്താ ഗ്രാമർസ് ഉപയോഗിച്ച് ഗ്രാമറിൻ്റെ റൂളോട് അത് ചേർന്ന് നിൽക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ഒരു സെൻറ്റൻസിൽ നൗൺ ഉണ്ടാവാം, വേർബ് ഉണ്ടാവാം, അഡ്ജക്റ്റീവ് ഉണ്ടാവാം, ആർട്ടിക്കിൾ ഉണ്ടാവാം, അഡ്വേർബ് ഉണ്ടാവാം, അല്ലെ? ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിപ്പോൾ അസ്യൂം ചെയ്തേക്കുന്ന ഗ്രാമർ ഇതാണ്. ഇതിൽ നൗൺ ഫ്രേസും വേർബ് ഫ്രേസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഇതാണ്: ദ ഗേൾ റീഡ്സ് എ ബുക്ക്. ഓക്കെ. നമുക്ക് ഒരു മെഷീൻ ട്രാൻസ്ലേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യമേ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് സിൻറ്റാക്റ്റിക്കലി കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഹിന്ദിയിലോട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കും ഫസ്റ്റ് ഈ ഇംഗ്ലീഷിൽ തന്നിരിക്കുന്ന ഈ സെൻറ്റൻസിൻ്റെ ഗ്രാമർ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയുടെ റൂൾ അനുസരിച്ചിട്ടാണോ ഈ സെൻറ്റൻസ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനിയാണെങ്കിൽ ഇതിലെ നൗൺ എന്താണ്, വേർബ് എന്താണ്, അല്ലെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണോ, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ചോദിച്ചേക്കുന്നത്, കറക്റ്റ് എന്താണ് നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ഗ്രാമർ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കും വെദർ ദ സെൻറ്റൻസ് ദ ഗേൾ റീഡ്സ് എ ബുക്ക് ക്യാൻ ബി ജനറേറ്റഡ് യൂസിങ് ദ ഗിവൺ ഗ്രാമർ. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സപ്പോസ് ഗ്രാമർ ഇതാണെന്ന് അസ്യൂം ചെയ്യുക. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നേക്കുന്ന ഈ പ്രൊഡക്ഷൻ റൂളുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് പൊതുവേ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മളൊരു സെൻറ്റൻസ് ഡിറൈവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? വി വിൽ സ്റ്റാർട്ട് ഫ്രം ഓൾവേസ് ദ ഡെറിവേഷൻ ഓഫ് ദ സെൻറ്റൻസ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം സ്റ്റാർട്ട് സിമ്പിൾ ഓഫ് ദ ഗ്രാമർ. ഓക്കെ. സ്റ്റാർട്ട് സിമ്പിളിൽ നിന്ന് തുടങ്ങണം. ഇപ്പോൾ തന്നിരിക്കുന്ന ഗ്രാമറിൻ്റെ സ്റ്റാർട്ട് സിമ്പിൾ എന്താണ്? എസ് ആണ്, അല്ലേ? ഫസ്റ്റ് പ്രൊഡക്ഷൻ റൂളിൻ്റെ ഏറ്റവും ലെഫ്റ്റിൽ കിടക്കുന്ന നോൺ ടെർമിനൽ എന്താണെന്ന് നോക്കണം. ആരോടെ ലെഫ്റ്റിൽ കിടക്കുന്ന എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എസ് ആണ്. അപ്പോൾ എസ് ആണ് ഗ്രാമറിൻ്റെ എന്ത്? സ്റ്റാർട്ട് സിമ്പിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഡെറിവേഷൻ തുടങ്ങേണ്ട സ്റ്റാർട്ട് സിമ്പിളിലായിരിക്കണം. ഇനി ആ ലെഫ്റ്റിൽ നോക്കിയേ, ആ യൂസിങ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്നത് എന്താ? ക്യാപിറ്റൽ ലെറ്റർ എസ്, അല്ലേ? അപ്പോൾ എസിൽ നിന്ന് തുടങ്ങി ഡിറൈവ് ചെയ്യാൻ പോവുക. അത് കഴിഞ്ഞിട്ട് ഒരു ആരോ കൊടുക്കുക. എസിന് എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? തന്നിരിക്കുന്ന ഗ്രാമറിൽ എസിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എൻ പി വി പി, അല്ലേ? അപ്പോൾ നമ്മൾ കൊടുത്തു എസിന് പകരം എൻ പി വി പി. ഇനി നമുക്ക് ഈ ഡെറിവേഷൻ 2 രീതിയിൽ ചെയ്യാം. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും ഉണ്ട്, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും ഉണ്ട്. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത് ഈ ഡിറൈവ് ചെയ്ത് തന്നിരിക്കുന്ന ഗ്രാമറിന്റെ സ്റ്റാർട്ട് സിമ്പിളിൽ നിന്നും നമ്മളുടെ സെൻറ്റൻസിലേക്ക് എത്തുന്ന അതിൻ്റെ ഇടയ്ക്ക് കുറേ സ്റ്റെപ്സ് ഉണ്ടാവുമല്ലോ. ആ ഓരോ സ്റ്റെപ്പിലും ഏറ്റവും ലെഫ്റ്റ് എൻഡിൽ കിടക്കുന്ന നോൺ ടെർമിനലിനെയാണ് ഓരോ സ്റ്റെപ്പിലും നമ്മൾ മാറ്റുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതെങ്കിൽ അതിനെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് വിളിക്കും. ഇനി അല്ല, നമ്മൾ ഓരോ
ഡെറിവേഷൻ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഏറ്റവും റൈറ്റ് എൻഡിൽ കിടക്കുന്ന നോൺ ടെർമിനലിനെയാണ് ഓരോ സ്റ്റെപ്പിലും മാറ്റുന്നതെങ്കിൽ അതിനെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് വിളിക്കും. നമ്മളിപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എടുക്കാൻ പോകുന്നത്. അപ്പം നോക്കിയ സെൻറ്റൻസിൻ്റെ അവിടെ ഫസ്റ്റ് എസ് വെച്ച് തുടങ്ങി. എസ്സിന് പകരം എന്ത് കൊടുക്കാം? തന്നിരിക്കുന്ന ഗ്രാമർ അനുസരിച്ച് എസ്സിന് വി ക്യാൻ ഗിവ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എൻ പി വി പി. അപ്പോൾ രണ്ട് നോൺ ടെർമിനൽസ് വന്നു ഇവിടെ. എൻ പി ഒരു നോൺ ടെർമിനലാണ്, വി പി ഒരു നോൺ ടെർമിനലാണ്. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്തിനെയായിരിക്കും ആദ്യം റീപ്ലേസ് ചെയ്യുക? എൻ പിനെ ആയിരിക്കും ആദ്യം റീപ്ലേസ് ചെയ്യുന്നത് അല്ലേ? ലെഫ്റ്റിൽ കിടക്കുന്ന നോൺ ടെർമിനൽ എൻ പി. അപ്പോൾ എൻ പിക്ക് പകരം എന്ത് കൊടുക്കാം? ഗ്രാമർ നോക്കിയേ, തന്നിരിക്കുന്ന ഗ്രാമറിൽ എൻ പിക്ക് പകരം എന്ത് കൊടുക്കാം? ഡിറ്റർമിനന്റ് എൻ എന്ന് കൊടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എൻ പിക്ക് പകരം എന്ത് കൊടുത്തു? ഡിറ്റർമിനന്റ് എൻ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡിറ്റർമിനന്റ് എൻ എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡിറ്റർമിനന്റ് ഉണ്ട്, എൻ ഉണ്ട്. ഇനി അപ്പം 3 നോൺ ടെർമിനൽ ഉണ്ട് ഇവിടെ. ഡിറ്റർമിനന്റ് ഉണ്ട്, എൻ ഉണ്ട്, അതുപോലെ വി പി ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും ലെഫ്റ്റിൽ കിടക്കുന്ന നോൺ ടെർമിനൽ ഏതാ? ഡിറ്റർമിനന്റ് ആണ് അല്ലേ? ഡിറ്റർമിനന്റ് ഒരു നോൺ ടെർമിനൽ ആണ്. ബിക്കോസ് ഡിറ്റർമിനന്റിന് നമുക്ക് എന്തൊക്കെ കൊടുക്കാം? എ, ആന്, ദ വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ സെന്റൻസിൽ വേണ്ടുന്ന ഏതാ? ദ ആണ് വേണ്ടത് അല്ലേ? ദ ഗേൾ എന്ന്. അപ്പം ദ കിട്ടാൻ വേണ്ടി ഡിറ്റർമിനന്റിന് പകരം ഏത് യൂസ് ചെയ്താൽ മതി? അതിൻ്റെ അകത്തെ ദ നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്തു? ഡിറ്റർമിനന്റിന് പകരം അടുത്ത സ്റ്റെപ്പിൽ എന്ത് കൊടുത്തു? ദ കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അപ്പോൾ ദ വെച്ച് റീപ്ലേസ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ത് കൊടുക്കണം? എന്നിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? എന്നിന് പകരം നമ്മൾ ഗേൾ, ദ ഗേൾ എന്നല്ലേ വരണ്ടേ? അപ്പം നൗണ് എന്നിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? അടുത്ത സ്റ്റെപ്പിൽ ഗേൾ എന്ന് കൊടുക്കാം. ഓക്കെ, ദ ഗേൾ. ഇനി അടുത്ത വി പി എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ വി പിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വി പിക്ക് പകരം നമുക്ക് ദ ഗേൾ വരെ കിട്ടി. ഇനി റീഡ്സ് ബുക്കും കൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യണം. അപ്പം അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഈ വി പിക്ക് പകരം എന്ത് കൊടുക്കണം? വി എൻ പി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ വി പിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? വി എൻ പി എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി അടുത്ത വേർബിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വേർബ് ഈറ്റ്സ് ഉണ്ട്, റീഡ്സ് ഉണ്ട്, പ്ലേസ് ഉണ്ട്. നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസിൽ നമുക്ക് റീഡ്സ് ആണ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? വിക്ക് പകരം റീഡ്സ് എന്ന് കൊടുത്തു. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? എൻ പി. എൻ പിക്ക് പകരം എന്ത് കൊടുക്കാം? എ ബുക്ക് എന്ന് കിട്ടണം. അപ്പോൾ എ വരണമെങ്കിൽ എന്താണ്? എൻ പിക്ക് പകരം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിറ്റർമിനന്റ് എൻ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? എൻ പിക്ക് പകരം അടുത്ത സ്റ്റെപ്പിൽ ഡിറ്റർമിനന്റ് എൻ എന്ന് കൊടുത്തു. ഡിറ്റർമിനന്റിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ബുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈനലി വി ഗോട്ട് ദ സെന്റൻസ് ദ ഗേൾ റീഡ്സ് എ ബുക്ക്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡെറിവേഷൻ എന്ന് പറയുക. അപ്പം ഒരു മെഷീൻ ട്രാൻസ്ലേഷൻ നടത്തുന്ന സമയത്ത് ആദ്യം നമ്മൾ കൊടുക്കുന്ന സെന്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് നോക്കും. അതിൽ നിന്ന് അതിലെ വേർബ് ഏതാണ്, നൗൺ ഏതാണ്, ഡിറ്റർമിനന്റ് ഏതാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഇനി അതിനെ ഹിന്ദി ഭാഷയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജാപ്പനീസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം, എക്സെട്ര. ഓക്കെ, ഓരോ ഭാഷയ്ക്കും ഓരോ പർട്ടിക്കുലർ ഓർഡർ ഉണ്ടാവും. ചിലത് സബ്ജക്റ്റ് പിന്നെ ഒബ്ജക്റ്റ് വേർബ് SOV ഫോമാറ്റ് ആയിരിക്കും. ചിലത് തിരിച്ചായിരിക്കും, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞായിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ സബ്ജക്റ്റും നൗണും വേർബൊക്കെ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിനൊക്കെ ട്രാൻസ്ലേഷനും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഒരു തന്നിരിക്കുന്ന സെൻറ്റൻസ് നമ്മുടെ ഗ്രാമർ ഉപയോഗിച്ച്, ഓക്കെ, ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന ഗ്രാമർ. ഈ ഗ്രാമർ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡെറിവേഷൻ എന്ന് പറയാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഡെറിവേഷൻ എന്താണെന്നും. ഇനി ഈ ഡെറിവേഷനിൽ നിന്നും ഡെറിവേഷന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ പാഴ്സ് ട്രീ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സെന്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ ജനറലി കമ്പൈലേഴ്സ് വിൽ ജനറേറ്റ് എ പാഴ്സ് ട്രീ. ഓക്കെ, അപ്പോൾ പാഴ്സ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ട്രീ ഫോം ആണ്. ഓക്കെ, അതിൻ്റെ ഒരു റൂട്ട് നോഡ് ഉണ്ടാവും, ഇന്റർമീഡിയറ്റ് നോഡ്സ് ഉണ്ടാവും, ലീഫ് നോഡ്സ് ഉണ്ടാവും. റൂട്ട് നോഡ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രാമറിന്റെ സ്റ്റാർട്ട് സിമ്പിൾ ആയിരിക്കും. ലീഫ് നോഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ടെർമിനൽസ് ആയിരിക്കും. ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ലെറ്ററിൽ തന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളുമാണ് ടെർമിനൽസ് എന്ന് പറയുക. ഇനി ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന നോഡ്സ് എന്ന് പറയുന്നത് അത് നോൺ ടെർമിനൽസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക, ദ ബോയ് കിക്സ് എ ബോൾ. ഓക്കെ, ഇത് ജനറേറ്റ് ചെയ്യാൻ നമ്മളുടെ ഒരു എന്താ പറയുക, ഗ്രാമർ ഉപയോഗിച്ച് സപ്പോസ് നമ്മൾ ജനറേറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, തന്നിരിക്കുന്ന ഒരു ഗ്രാമർ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെയാണ് ഈ സെന്റൻസിനെ ജനറേറ്റ് ചെയ്തേക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് പാഴ്സ് ട്രീ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഈ ഡെറിവേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ യൂസ് ചെയ്തേക്കുന്ന? എസ്. അപ്പം അതാണ് റൂട്ട് നോഡായിട്ട്, ട്രീയുടെ റൂട്ട് നോഡായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? എസ് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ എസ്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? NP VP. അപ്പം എന്ത് ചെയ്യണം? എസ്സിൽ നിന്നും
എൻ പിയിലോട്ട് ഒരു പാത്ത് കൊടുക്കണം, അതുപോലെ വി പിയിലോട്ടും ഒരു പാത്ത് കൊടുത്തു. കണ്ടോ, എസ് പ്രൊഡ്യൂസേഴ്സ് എൻ പി വി പി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, എൻ പിന്നെ എന്ത് വെച്ചാൽ റീപ്ലേസ് ചെയ്തേക്കുന്നത്, ഡിറ്റർമിനന്റ് എൻ. അപ്പൊ എൻ പിയുടെ അവിടെ നിന്ന് എന്ത് കൊടുക്കണം, ഡിറ്റർമിനന്റ് ഒരു നോൺ ടെർമിനൽ ആണ്, അതിനൊരു പാത്ത്, എൻ ഒരു നോൺ ടെർമിനൽ ആണ്, അതിനൊരു പാത്ത്. ഓക്കെ, അടുത്തത് വി പിക്ക് പകരം എന്ത് കൊടുത്തു, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ഡിറ്റർമിനന്റ് പകരം ദ കൊടുത്തു. അപ്പൊ ഡിറ്റർമിനന്റിന്റെ അവിടെ ദക്ക് ഒരു പാത്ത്, നൗണിന് പകരം ബോയ് കൊടുത്തു. ഇനി വേർബ് ഫ്രേസിന്റെ അവിടെ എന്ത് കൊടുത്തു, വേർബിന് പകരം വി എൻ പി എന്ന് പറഞ്ഞു കൊടുത്തു. അതാണ് വിയിലോട്ടൊരു പാത്ത്, വി പി എന്ന് വിയിലോട്ടൊരു പാത്ത്, എൻ പിയിലോട്ടൊരു പാത്ത്. പിന്നെ വിക്ക് പകരം എന്ത് കൊടുത്തു, കിക്സ് കൊടുത്തു. എൻ പിക്ക് പകരം പിന്നെ എന്താ കൊടുത്തേക്കുന്നത്, എൻ പിക്ക് പകരം കൊടുത്തേക്കുന്നത് ഡിറ്റർമിനന്റ് എൻ എന്നാണ്. അതാണ് ഇവിടെ എൻ പിന്ന് ഡിറ്റർമിനന്റിലോട്ടൊരു പാത്ത്, എന്നിലോട്ടൊരു പാത്ത്. പിന്നെ എന്നിന് പകരം എന്ത് കൊടുത്തു, എന്നിന് പകരം നമ്മൾ എ ബോൾ. അവിടെ ഒരു മിസ്റ്റേക്ക്, ഡിറ്റർമിനന്റിന് ഇവിടെ നോക്കിയേ, ഈ ശരിക്കും ഈ ഡയഗ്രത്തിൽ ഇങ്ങനെ കേട്ടോ, ഡിറ്റർമിനന്റിന് നമ്മൾ എ എന്ന് കൊടുത്തു. എഗെയിൻ നൗണിനാണ് നമ്മൾ എന്ത് കൊടുത്തേക്കുന്നത്, ബോൾ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പാഴ്സിങ് യൂസ് ചെയ്യുന്നത്, എൻ എൽ പിയിൽ പാഴ്സിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ ഹൂ ഡിഡ് വാട്ട് ടു ഹൂം, അപ്പം ആരാണ്, നൗൺ എന്താണ്, ലൈക്ക് എന്തിന് സബ്ജക്റ്റ് ആണ് അവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത്, ആരോടാണ് ചിലപ്പോൾ പറഞ്ഞേക്കുന്നത്, ഓക്കെ, എങ്ങനെയുള്ള അല്ലെങ്കിൽ എന്ത് ആക്ഷൻ അവിടെ നടക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ പാഴ്സിങ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഒന്ന് സെൻറ്ററിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അനാലിസിസിന് സബ്ജക്റ്റ് ഏതാണ്, ഓർഡർ ഏതാണ്, പ്രെഡിക്കേറ്റ് ഏതാണ്, നൗൺ ഏതാണ്, അതൊക്കെ മനസ്സിലാക്കാൻ യൂസ് ചെയ്യാം. ആംബിഗ്വിറ്റി റിസോൾവ് ചെയ്യാൻ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരേ സാധനം തന്നെ പല മീനിങ് ഉണ്ടാവും അല്ലേ. ഇപ്പം ബാങ്ക് എന്ന് പറയുന്ന റിവർ ബാങ്കും ആവാം, മണി ബാങ്കും ആവാം. ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് എന്താണ് എക്സാക്ട് മീനിങ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐ സോ ദ മാൻ വിത്ത് എ ടെലസ്കോപ്പ്. അപ്പം ഞാൻ ടെലസ്കോപ്പ് ഉപയോഗിച്ച ഒരാൾ കണ്ടെന്നും, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ ഒരു ടെലസ്കോപ്പ് കയ്യിലുള്ള ഒരാളെ ഞാൻ കണ്ടെന്നും ഇതിന് മീൻ ഉണ്ടാവും. അപ്പോൾ തന്നിരിക്കുന്ന ഗ്രാമർ ഉപയോഗിച്ച് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി ഇതിൽ ഏതാണ് എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് ഈ പാഴ്സിങ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മെഷീൻ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ പൊതുവെ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ആ ഒരു ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈറ്റ്സ് മാംഗോ അത് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വ ഹാം ഖാത്തി ഹെ എന്നായിരിക്കും ആവുന്നത്. അപ്പോൾ അവിടെ പക്ഷേ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഇവിടെ കൃത്യമായിട്ട് സബ്ജക്റ്റ് ഏതാണ്, വേർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ആ ഓർഡർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസറിങ് സിസ്റ്റം. അപ്പോൾ അവിടെയും നമുക്ക് ഇതുപോലെ ഇപ്പം ഒരു WHO ആണെങ്കിൽ ഹൂ, അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം ആൻസർ വരേണ്ടത്. അല്ലെ ചില ക്വസ്റ്റ്യൻസ് വൈ ആയിരിക്കും, ഓക്കെ, അല്ലെ ചിലത് വാട്ട് ആയിരിക്കും. അപ്പോൾ എന്താണ് കറക്റ്റ് മീനിങ് എന്നൊക്കെ അറിയാൻ നമുക്ക് അതിനകത്തെ ഒരു എന്താ പറയുക കമ്പോണൻസ് എന്താണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്താലായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ആൻസേഴ്സ് തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ. അപ്പോൾ ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് തന്നിരിക്കുന്ന സെയിം തിങ്, നമ്മൾ ഇതിൽ നിന്ന് ഓരോ ഗ്രമാറ്റിക്കൽ കമ്പോണൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് നൗൺ ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി ഏതാണ്, വേർബാണോ, ആക്ഷൻ എന്താണ്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സെന്റിമെന്റ് അനാലിസിന്റെ സമയത്തും ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് സെന്റൻസ് ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് പാഴ്സിങ് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് സ്പീച്ച് റെക്കഗ്നിഷൻ. അങ്ങനെയുള്ള സ്ഥലത്തും നമുക്ക് കറക്റ്റായിട്ട് എന്താ പറയുക മനസ്സിലാക്കി അല്ലെങ്കിൽ ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ കൃത്യമായിട്ട് തിരിച്ച് നമ്മൾ റെസ്പോൺസ് കൊടുക്കുമ്പം കറക്റ്റ് ഒരു ഗ്രാമറൊക്കെ ഫോളോ ചെയ്ത് തിരിച്ചൊരു റെസ്പോൺസ് കൊടുക്കാനും നമുക്ക് പാഴ്സിങ് യൂസ് ചെയ്യാം. പിന്നെ ഈ സെക്ഷനിൽ നിന്ന് ഇതുപോലെ നമുക്ക് പ്രോബ്ലംസ് ആയിരിക്കട്ടെ വരിക. പൊതുവെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാമർ തരും, ഇങ്ങനെ തന്നിട്ടുണ്ടാവും, ഒരു സെൻറ്റൻസും തന്നിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഡെറിവേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഡെറിവേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു സിൻടാക്സ് ട്രീ വരയ്ക്കാനായിരിക്കും ചോദിക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ഗ്രാമർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിലോട്ട് നമ്മൾ വരണം. ഇവിടെ ആണെങ്കിൽ സ്റ്റുഡൻറ് റീഡ് ബുക്സ്. അപ്പോൾ എപ്പോഴും ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്, സ്റ്റാർട്ട് സിമ്പിളിൽ നിന്ന് എസ് ഡെറിവേഷൻ തുടങ്ങുക. തന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും എന്തിലേക്ക് വരണം, ഈ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിലോട്ട് എത്തണം. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് പാഴ്സ് സ്ട്രീം വരയ്ക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പൊതുവെ ഈ